ബോധമാണോ പ്രധാനം? ഓക്കെ. അപ്പൊ ആരും ബോധം കെടരുത്. ജോസഫ് സാറിന്റെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. സജി സാറേ, മൈത്രി ഓർമ്മകൾ മരിക്കുമോ എന്ന ജോസഫ് സാറിന്റെ പ്രഭാഷണ പരമ്പരയിലെ 4ാം ദിവസമാണിന്ന്. സത്യത്തിലെ ഇന്ന് ഇപ്പോ 4 ദിവസം എന്ന് പറയുമ്പോൾ സാറിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാല് റിപ്പീറ്റ് റിഹേഴ്സ്, ഈ രീതിയിൽ ഞങ്ങളുടെയൊക്കെ ലോങ് ടേം മെമ്മറിയില് ഒരു സ്ഥിരപ്രതിഷ്ഠ താങ്കൾ നേടിക്കഴിഞ്ഞു. വളരെ സന്തോഷം. 1ാം ദിവസം ഓർമ്മയെക്കുറിച്ചും 2-3 ദിവസങ്ങളിൽ മറവിയെക്കുറിച്ചുമായിരുന്നു സാർ സംസാരിച്ചത്. മറവി എന്നത് ഒരാളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും അറിവുകളും ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവുകേടാണ് മറവി. അതിനുള്ള കഴിവാണ് ഓർമ്മ. ഓർമ്മയുടെ 2 ഭാവങ്ങളുണ്ട്. ഇവിടെ ഓർമ്മകൾ മരിക്കുന്നില്ല, കാലക്രമേണ ക്ഷയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. കാലം കഴിയുന്തോറും ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവുകളും നഷ്ടമാകാം. മറവിക്ക് കാരണമാകുന്ന ചില അവസ്ഥകളെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പ്രഭാഷണം, അതിനെക്കുറിച്ച് വളരെ ചുരുക്കി ഞാൻ പറയാം. ഒന്ന്, മെമ്മറി ഡീകേ, മെമ്മറിയുടെ തേയ്മാനം. ഒന്ന്, മെമ്മറിയുമായി ബന്ധപ്പെട്ട ചില ന്യൂറോണുകളുടെ തേയ്മാനം കൊണ്ട് മെമ്മറി റിട്രീവ് ചെയ്യാൻ കഴിയാതെ വരിക. രണ്ടാമത്തത് ഇന്റർഫിയറൻസ് തിയറി എന്ന് പറയുന്നത്, ഒന്ന്, പഴയ ഓർമ്മകളുടെ സ്വാധീനം കൊണ്ട് പുതിയവയെ ഓർമ്മിക്കാൻ കഴിയാതെ വരിക, അതായത് പ്രോആക്റ്റീവ്. രണ്ടാമത്, നമുക്കുണ്ടാകുന്ന പുതിയ അനുഭവങ്ങളുടെ ഓർമ്മകളുടെ സ്വാധീനം കൊണ്ട് പഴയവയെ ഓർമ്മിച്ചെടുക്കാൻ പറ്റാതെ വരിക, അത് റിട്രോആക്റ്റീവ്. അതാണ് ഒരു ഭാഗം. പിന്നെ റിട്രീവൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളെ തിരിച്ചെടുക്കാൻ കഴിയാതെ വരിക, അത് സ്ട്രെസ്, ആങ്സൈറ്റി, ചിലപ്പോൾ നമ്മൾ പറയില്ല ടിപ്പോ തട്ടാൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അല്ലെങ്കിൽ അറിയാവുന്ന വാക്കുകൾ ഇന്ന് കിട്ടാതെ വരിക, ചില സംഭാഷണങ്ങൾ ഓർക്കാതെ വരിക, ഇതൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞ മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് തിയറിയാണ്. അതായത് ഇമോഷണൽ ആൻഡ് മോട്ടിവേഷണൽ കാരണങ്ങൾ കൊണ്ട് ചില ഇൻഫർമേഷൻ മറന്നു പോകുന്നു. അത് നമുക്ക് ചിലത് ബോധപൂർവമായ മറവി, വൈകാരികമായി നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളെ പലപ്പോഴും ശുദ്ധീകരിച്ച് മാച്ചു കളയാനുള്ള ഒരു കഴിവ് മനസ്സിനുണ്ട് എന്ന് മനഃശാസ്ത്രം പറയുന്നു. വേദനാജനകമായ സംഭവങ്ങൾ, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അനുഭവങ്ങൾ, ചില നെഗറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട്, അങ്ങനെ മറക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ ചില അവസരങ്ങളിൽ മറക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന അവസരങ്ങളുമുണ്ട്. 2 തരത്തിലുള്ള മറവികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, സപ്രസിങ് ഓർ കോൺഷ്യസ് ഫോർഗെറ്റിംഗ്, അതായത് ബോധപൂർവം അടക്കി വെക്കാൻ മാത്രം. പക്ഷെ ബോധപൂർവം അടക്കി വെക്കുമ്പോഴും അത് സപ്രഷൻ മാത്രമാണ്, ആ ഓർമ്മകൾ അവിടെയുണ്ട്. പിന്നെ റിപ്രസിങ്, കീഴ്പ്പെടുത്തുക, അതായത് അൺകോൺഷ്യസ് ഫോർഗെറ്റിംഗ്, പൂർണ്ണമായി വിട്ടുകളയുക. ശരിക്കും ഈ ഓർമ്മ കൂട്ടാനാണ് റിപ്പീറ്റ് റിഹേഴ്സ് ഒക്കെ ചെയ്യേണ്ടത്. അത് പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം. വേദനിപ്പിക്കുന്ന പഴയ ഓർമ്മകളെ, നെഗറ്റീവ് അനുഭവങ്ങളെ, ഇതിനെക്കുറിച്ച് കുറച്ചു മാത്രം ചർച്ച ചെയ്യുക. അടുത്ത പോയിന്റ് എൻകോഡിംഗ് ഫെയിലിയർ തിയറിയാണ്. അത് ഇംപ്രോപ്പർ കോഡിംഗ് കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതായത് അഡാപ്റ്റീവ് ഫോർഗെറ്റിംഗ്. ആവശ്യമുള്ളത് മാത്രം ഓർക്കുക. സാർ ഇവിടെ പറയുന്ന എക്സാമ്പിൾ ചില കോയിനാണ്. കോയിൻ കാണുമ്പോൾ അത് ഏത് വർഷത്തെയാണെന്നോ ഒന്നും നമ്മൾ ഓർക്കില്ല, അത് കോയിനായിട്ട് മനസ്സിൽ കിടക്കും. അതും ഒരു അഡാപ്റ്റീവ് ഫോർഗെറ്റിംഗ് ആണ്. കോയിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് അതിന്റെ പടം എന്താണ്, ഏത് ഇയറിലാണ്, അതൊന്നും നമ്മൾ ഓർക്കുന്നില്ല എന്ന് മാത്രം. ആവശ്യമുള്ളത് മാത്രം ഓർക്കുന്ന അഡാപ്റ്റീവ് ഫോർഗെറ്റിംഗ് തിയറിയാണ്. പിന്നെ പ്രൂൺ മെമ്മറീസ്, നമ്മൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത, പ്രാധാന്യമില്ലാത്ത ഓർമ്മകളെ ഒഴിവാക്കി മനസ്സിന്റെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ബ്രെയിന് കൂടുതൽ പ്രാധാന്യമുള്ള വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അടുത്ത പോയിന്റ്, ഫോർഗെറ്റിംഗ് കോസ്ഡ് ബൈ ഫെയിലിയർ ടു സ്റ്റോർ, അതായത് ഓർമ്മിക്കാനുള്ള കപ്പാസിറ്റി സ്റ്റോറിങ്ങിനെ ആശ്രയിച്ചാണ്. ഇപ്പൊ ലോങ് ടേം മെമ്മറിയിലേക്ക് വേണ്ട വിധം സ്റ്റോർ ചെയ്യാതിരിക്കുക. മറ്റുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആൽക്കഹോൾ കൊണ്ട് നമുക്ക് മറവി സംഭവിക്കാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, ഏജ്, ഇതെല്ലാം മറവിക്ക് കാരണമാകാം. പിന്നെ നമ്മുടെ സ്ലീപ്പ്, ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലാത്തത്. സാർ ഇവിടെ പറയുന്ന ഒരു തിയറി 7-8-9 ആണ്. 7 hours ഉറക്കം, 8 മണിക്കൂർ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക്
ബാക്കി 9 മണിക്കൂർ മറ്റുള്ള കാര്യങ്ങൾക്ക്. അപ്പോ അതാണ് അപ്പൊ അതേപോലെ വേണ്ടത്രയും ഉറക്കമില്ലായ്മയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ചില മെഡിക്കേഷൻസ്, ചില പ്രത്യേക മെഡിസിൻസ് കഴിക്കുമ്പോൾ പല സംഭവങ്ങളെയും ഈ പല മെഡിസിൻ വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിനെ സപ്രസ് ചെയ്യണം. അപ്പൊ അതൊക്കെ ഓർമ്മക്കുറവുകൾ ഉണ്ടാക്കാം. പിന്നെ ഇതെല്ലാം തന്നെ, എല്ലാ ഓർമ്മക്കുറവുകളും എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ പല ഫാക്ടേഴ്സ് കൊണ്ട്, ഒരൊറ്റ കാരണം കൊണ്ട് ആവണമെന്നില്ല. ഇനി എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണ് മറവിയെ മിനിമൈസ് ചെയ്യാം, ഫൊർഗറ്റിങ് എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും? അതായത് അത് പറയുന്ന ഒരു സംഭവം, മെയിൻറ്റെയിൻ മെമ്മറി ബാങ്ക് അക്കൗണ്ട്. അതായത് പുതിയ വാക്കുകള്, ആശയങ്ങള്, സ്കില്ലുകള്, പുതിയ വഴികള്, ഇതെല്ലാം നമ്മൾ എപ്പോഴും ഓർത്തു കഴിഞ്ഞാല് പഴയ ആവശ്യമില്ലാത്ത ഓർമ്മകൾ മാറിക്കിടക്കും. പിന്നെ റിപ്പീറ്റേഷൻ, റിഹേഴ്സ്, ഇത് എപ്പോഴും ചെയ്യേണ്ടത് നല്ല ഓർമ്മകൾക്ക് വേണ്ടി മാത്രമാണ്. സ്ലീപ്പ്, വേണ്ടത്ര നല്ല സ്ലീപ്പ്, എക്സസൈസ്, ബ്രീത്തിങ്, മെഡിറ്റേഷൻ. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രാണായാമൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതിന് 2 ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിനിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണത്. പിന്നെ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്. പിന്നെ അദ്ദേഹം പറയുന്നത് റൈറ്റ് ഡൗൺ ആൻഡ് റെഫർ ലേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിഹേഴ്സ്, റിപ്പീറ്റ്, ഇറലവന്റ് തിങ്സിനെ ഉപേക്ഷിക്കുക. ദാറ്റ് ഈസ് അഡാപ്റ്റീവ് ഫോർഗെറ്റിംഗ്. അഡാപ്റ്റീവ് ഫോർഗെറ്റിംഗ് ആണ് ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ചങ്ങലയാകുന്ന, അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് ചങ്ങലയാകുന്ന ഓർമ്മകളെ ഉപേക്ഷിക്കാം. മറവിയെക്കുറിച്ചുള്ള ചില ബൈബിൾ പരാമർശങ്ങളും അദ്ദേഹം നടത്തി. ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറാം. നമ്മുടെ ലക്ഷ്യത്തിന് അർത്ഥമുണ്ടെങ്കിൽ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നോട്ട് കുതിക്കാം. കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾ വളരെ ആക്റ്റീവായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രത്യേക ശൈലി, സംഗീതവും നർമ്മവും എല്ലാം കൂടെ കൊണ്ടുവന്നുള്ള ശൈലി എല്ലാവർക്കും വളരെ ആകർഷണീയമാണ്. ഇന്നിനി എനിക്ക് തോന്നുന്നു അദ്ദേഹം, ഞാൻ ചോദിച്ചില്ലെങ്കിലും ഇന്ന് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും മറവി രോഗങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ജോസഫ് സാർ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം. മൈത്രി ഭവ. നമസ്കാരം. മൈത്രി ഭവ അതൊരു മന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു എനർജി റേഡിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. മൈത്രി ഭവ. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് എന്നെ തുടർന്ന് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പിൽ വീണ്ടും വരിക. ക്ഷമിക്കണം, ഇന്നും നമുക്ക് മറവിയെയും ഓർമ്മയെയും കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഡിമെൻഷ്യ എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് പരാമർശിച്ച് അവസാനിപ്പിക്കാൻ അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതുക. അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. ആദ്യമേ തന്നെ സർവേശ്വരനും എല്ലാ ഗുരുക്കന്മാർ, മാതാപിതാക്കൾക്കും എല്ലാം നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. സുമംഗലി നീ ഓർമ്മിക്കുമോ, സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗൽഗതമാ മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. അങ്ങനെ പോവുകയാണ്. ഇവിടെ ഓർമ്മയും മറവിയും വന്ന ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ ഓർമ്മ വളരെ വൈകാരികമായ ഓർമ്മയാണ്, ഇമോഷണൽ കണക്റ്റഡ് ആണ്. അത് മറക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ പിരിഞ്ഞു പോകും, വിധി കൊണ്ട് പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. ദർ ഇസ് നോ അതർ സ്കോപ്പ്. നീ ഓർമ്മിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, വിൽ യു റിട്രീവ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആയിട്ട് നീ സ്റ്റോർ ചെയ്തിരിക്കുന്ന അക്കാര്യം ഓർമ്മിക്കുമോ? അവിടെ ഇമോഷണൽ കണക്ഷനും ഉണ്ട്. അങ്ങനെ അത് പോവില്ല. പക്ഷെ വിധി മറിച്ചാണ്. അതുകൊണ്ട്
മറക്കുവാനേ കഴിയൂ. ദർ ഇസ് നോ അതർ സ്കോപ്പ്. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ വരുന്നത്. മറവിയും ഓർമ്മയും, അല്ലേ? സർക്കംസ്റ്റൻസസ് ചേഞ്ച് ചെയ്തു, കഥ മാറി, കളി മാറി. അപ്പോൾ അത് മറന്നേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. വയലാർ പറയുന്നത് പോലെ ദിവ്യമായിരുന്നു പ്രണയം. ഇപ്പോൾ അതിൻ്റെ ഡിവിനിറ്റി ഒക്കെ കുറയുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് പോട്ടെ. മറവിയെയും ഓർമ്മയെയും ഒന്ന് കണക്ട് ചെയ്യാനാണ് ഞാനത് പറഞ്ഞത്. മെമ്മറി, അതേക്കുറിച്ച് ഇനി ഞാൻ പറയുന്നില്ല. മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എല്ലാവരും, എനിക്ക് തോന്നുന്ന ഓൾമോസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്നു. ഇത് രണ്ടും നമ്മളെ സഹായിക്കുന്നുണ്ട്. മെമ്മറി ഹെൽപ്സ് us ടു റിമെമ്പർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഫോർഗെറ്റിംഗ് ഹെൽപ്സ് us ടു മേക്ക് റൂം ഫോർ ന്യൂ ഇൻഫർമേഷൻ. എല്ലാം ഇങ്ങനെ നമ്മൾ ഓർമ്മിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ പുതിയ ഇൻഫർമേഷൻ എവിടെ സ്റ്റോർ ചെയ്യും, അല്ലേ? പുതിയ എക്സ്പീരിയൻസുകൾ എവിടെ നമ്മൾ കാത്തുവെക്കും, കരുതി വയ്ക്കും? പുതിയ ഓർമ്മകൾ എവിടെ നമ്മൾ സൂക്ഷിക്കും? അപ്പോൾ ഫോർഗെറ്റിങ്ങും മറവിയും ഒരു തരത്തിൽ ഒരു അനുഗ്രഹമാണ്. ഇത് രണ്ടും മെൻ്റൽ ഫാക്കൽറ്റിയാണ്, ബ്രെയിൻ്റെ ഫാക്കൽറ്റിയാണെന്ന് നമുക്കറിയാം. ബോത്ത് ആർ വൈറ്റൽ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ. ലേണിങ്ങിൻ്റെയും അഡാപ്റ്റേഷൻ്റെയും, നമ്മൾ പൈസയുടെ 5 രൂപ കോയിൻ്റെ കാര്യം പറഞ്ഞു, അതിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാണ്. അഡാപ്റ്റീവ് മെമ്മറി അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫോർഗെറ്റിംഗ് എന്ന് പറയാം. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ബോത്ത് ആർ വൈറ്റൽ ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ. ഓർമ്മയെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം. നമുക്ക് താല്പര്യമുള്ളത് ഓർത്തിരിക്കുക. നിങ്ങൾ SSLC പാസ്സായ വർഷം നിങ്ങൾക്കറിയാം. മഞ്ജു വാര്യർ എന്നാണ് SSLC പാസ്സായെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, നമുക്കറിയേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണെന്ന് നമുക്കറിയാം. ഉഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ, കിട്ടിയില്ലയോ? കിട്ടിയെങ്കിൽ ഏത് വർഷമാണ്? വി ആർ നോട്ട് ബോതേർഡ്. അപ്പം നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ശ്രദ്ധ വേണ്ടത് ഒക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക. സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അറ്റൻഷൻ, ശ്രദ്ധ വേണം, അല്ലേ? ഓർമ്മിക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധ വേണം. എൻകോഡിങ് സ്ട്രാറ്റജീസ്, എങ്ങനെ നമ്മളത് എൻകോഡ് ചെയ്യുന്നു? എൻകോഡ് ടു സ്റ്റോർ. ദെൻ റിട്രീവൽ ക്യൂസ്, ചില ക്യൂസ്, സൂചനകൾ. ചിലപ്പോൾ ഒരു സ്മെല്ലായിരിക്കാം, ചിലപ്പോൾ ഒരു നിറമായിരിക്കാം, ചിലപ്പോൾ ഒരാൾ നടന്നു പോകുന്നതായിരിക്കാം നമ്മുടെ ഓർമ്മയെ തൊട്ടുണർത്തുന്ന കാര്യങ്ങൾ. ദെൻ ഇമോഷണൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണൽ കോണ്ടെക്സ്റ്റ് വരുന്നതാണെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഒരു യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആ വികാരങ്ങൾ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ആ ഒരു സന്ദർഭം എങ്ങനെ വന്നു, ഇതെല്ലാം ക്യൂസാണ്. ഓക്കെ, ഫോർഗെറ്റിംഗ് എന്താണെന്ന് അറിയാൻ, ദ ഇന്നബിലിറ്റി ടു റീകോൾ, ഓർമ്മിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്, ഡീകേ. അതൊക്കെ സാറിവിടെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇൻ്റർഫിയറൻസിനെ കുറിച്ച് പറഞ്ഞു. ഓൾഡ് മെമ്മറീസ് ഇൻ്റർഫിയർ വിത്ത് ന്യൂ വൺസ്. അതുപോലെ തന്നെ തിരിച്ചു സപ്രഷൻ എന്താണെന്ന്, റിപ്രഷൻ എന്താണെന്ന്, റിട്രീവൽ ഫെയിലിയർ എന്താണെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോർഗെറ്റിംഗ്. മറവിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ ഓർമ്മയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ മറവിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ആ കാര്യത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഒരു കാര്യം. എൻ്റെ റെലവൻസ്, അല്ലേ, നമ്മൾ പറയും. ദെൻ എത്ര കാലമായി അത് നമ്മളുടെ ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര കാലമായി ആ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിയിട്ട്, അതിൻ്റെ കാലാവധി ഒരു ഘടകമാണ്. ടൈം സ്പെൻഡ്. ഇവിടെയും യൂസ് ഓഫ് റിട്രീവൽ ക്യൂസ്. റിട്രീവൽ ക്യൂസ് നമ്മൾ മറക്കാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുന്ന ക്യൂസ്, സൂചനകൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതും ഒരു അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആഷാഢമാസം എന്ന പാട്ട് നമ്മൾ അന്ന് എത്ര കാലമായി എന്ന് പറഞ്ഞ പാട്ട് കൂടെ വേണമെങ്കിൽ ആപ്ലിക്കബിൾ ആണല്ലോ.
പാടിക്കോളൂ. എത്ര കാലമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ ഒന്നിങ്ങും പൂങ്കുയിലേ. പൂന്തിങ്കളേ. വരികളെ അതെ, അങ്ങനെ. That's good. സുമംഗലി സാറിനെ കൊണ്ട് പാടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഞാനങ്ങ് പാടിപ്പോയി തുടക്കത്തിൽ. പാടിക്കോ. സാറ് ഞാൻ അത് പാടിക്കഴിഞ്ഞു, എന്നാലും ഒരു അതിനാ 2 വരി പാടിക്കോളൂ. ആ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഒരു ഗൽഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. പിരിഞ്ഞു പോകും നിനക്കിനീ കഥ മറക്കുവാനേ കഴിയൂ. ആ വാക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ടെടുത്തത്. അപ്പോൾ മറവിയും വന്നു, മറക്കുക എന്നുള്ളത് അതാണ്. അപ്പോൾ ആഷാഢമാസം ആത്മാവിൽ മോഹം അതവിടെയുണ്ട്. മറക്കുക മനസ്സിൽ പുതിയ വികാരത്തിൻ മദന പല്ലവികൾ നീ എഴുതി വയ്ക്കും. കഴിഞ്ഞതൊക്കെ മറക്കുക. ആ പാട്ട് ആദ്യമൊക്കെ പാടിയപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. മറക്കുക എന്നുള്ള അവിടെ നിർത്തിയതിന് ശേഷം അടുത്ത വാക്ക് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. മറക്കുക, മനസ്സിൽ പുതിയ വികാരങ്ങൾ, വളരെ നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മറക്കുക, എന്നിട്ട് അതിനെ മറക്കാനായിട്ട് പുതിയ ഓർമ്മകൾ, പുതിയ നല്ല വികാരങ്ങൾ നീ എഴുതി വെക്കൂ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാൻ കഴിയും. എക്സ്പ്ലോർ ന്യൂ തിങ്സ്, പുതിയത് പഠിക്കുക, പുതിയ പുതിയ വികാരങ്ങളാകട്ടെ, പുതിയ പുതിയ എക്സ്പീരിയൻസുകളാകട്ടെ, പുതിയ പുതിയ അറിവുകളാകട്ടെ, അത് നിറയ്ക്കുമ്പോൾ നല്ലത് നിറയ്ക്കുക, ചീത്തയെ നമുക്ക് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഓക്കെ, മെമ്മറിയും ഫോർഗെറ്റിംഗ് തമ്മിലൊരു കമ്പാരിസൺ നമുക്ക് നടത്താം. ഒന്ന്, മെമ്മറി എന്ന് പറയുന്നത് റിറ്റെയിൻ ഇൻഫർമേഷനാണ്, അല്ലേ? എങ്ങനെയാലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. മറ്റതോ ഡിസ്കാർഡ് ഓർ ലൂസ് ഇൻഫർമേഷൻ, ഫെയിൽ ടു റീകോൾ, അതാണ് ഫോർഗെറ്റിംഗ്. നമുക്ക് മെമ്മറി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ സ്ട്രാറ്റജീസ്, പുതിയ പുതിയ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ ഉപയോഗിച്ച് മെമ്മറിയെ നമുക്ക് ബലപ്പെടുത്താം, ശക്തിപ്പെടുത്താം. ഓക്കെ, വിത്ത് എഫേർട്ട് പീപ്പിൾ ക്യാൻ പേർജ് ദെയർ മെമ്മറീസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ശ്രമിച്ചാൽ, വിത്ത് എഫേർട്ട്, ശ്രമം കൊണ്ട് പീപ്പിൾ ക്യാൻ പേർജ് ദെയർ മെമ്മറീസ്. അല്ലാതെ തന്നെ മനസ്സ് സ്വയം ചെയ്യുന്നുണ്ട്, നമ്മുടെ മെമ്മറിയെ ശുദ്ധീകരിക്കുന്നുണ്ട്, റിവൈവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എഫേർട്ട് കൊണ്ടും ചെയ്യാമെന്നാണ് പറയുക. അതുപോലെ തന്നെ പ്രൂണിങ് പറഞ്ഞു. ന്യൂ സ്റ്റഡീസ് പ്രകാരം പീപ്പിൾ ക്യാൻ അണ്ടർ certain circumstances force themselves to forget. മനഃപൂർവ്വം മറക്കാൻ പറ്റും, നമുക്ക് സ്വയം നിയന്ത്രിക്കാം, അല്ലെങ്കിൽ നിർബന്ധിച്ച് മറക്കാം എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. പീപ്പിൾ ഫിൽറ്റർ ഔട്ട്, ഒരു ഫിൽറ്ററിങ് എപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ ഒരു പാട്ടുണ്ടല്ലോ, മറക്കാം നമുക്കിനി, അങ്ങനെ പാട്ടില്ലേ? പറഞ്ഞു, മറക്കാം നമുക്കിനി എല്ലാം മറക്കാം, അങ്ങനെ പാട്ടുണ്ട്. എല്ലാം മറക്കാം, അങ്ങനെ ആയിരിക്കാം. ശരി. അപ്പോൾ ഇതുപോലെ പാട്ടുകൾ ഇടയ്ക്ക് കോണ്ടക്സ്റ്റിനനുസരിച്ച് വരുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കതൊന്ന് ഒരു വരിയൊക്കെ പാടിപ്പോവാം കേട്ടോ. അപ്പം ഈ ഫിൽറ്ററിങ് എപ്പോഴും നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ നല്ലതിനെ ചീത്തയെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ഫിൽറ്റർ ചെയ്ത് കളയുകയും നല്ലതിനെ എടുക്കുകയും ചെയ്യും. ഒരു അരിപ്പ, അല്ലേ? മനസ്സിനൊരു അരിപ്പയാണ്. ആ അരിപ്പ നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അരിപ്പ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ചോയ്സസ് കറക്റ്റായിരിക്കും. എപ്പോഴും നമുക്കറിയാം, ഈ കുട്ടികൾ ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്.
അല്ലെ നമ്മളതേക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ചൈൽഡ് അബ്യൂസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അത് റിപ്രസ് ചെയ്യുന്നത്, ഇപ്പം ഈ അബ്യൂസർ എപ്പോഴും ഇടയ്ക്കൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ അവിടെ അത് ക്യാൻസൽ എന്നുള്ള രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്രസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഉണ്ടായ ഒരു വലിയ ഹർട്ട് വർഷങ്ങളോളം ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കൂടുതൽ വേദനാജനകമാണ്. ഈ പറയുന്ന അബ്യൂസറെ ഇടയ്ക്ക് മിക്കവാറും കാണുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഈ ഫൊർഗെറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ, ഈസി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. റിപ്പീറ്റഡ് കമാൻഡ് ടു ദെയർ മൈൻഡ്, റിപ്പീറ്റഡ് ആയിട്ട് കമാൻഡ് കൊടുക്കുന്നു. അപ്പം അതിനൊരു പഠനം ഉണ്ടെന്നാണ് പറയുക. 50 പെയർ വേർഡ്സ് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ പറഞ്ഞിട്ട് അതിൽ ഒരു പെയർ, ആ പെയറിലെ ഒരു ഭാഗം നിങ്ങൾ മനഃപൂർവ്വം മറക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ക്യാൻസൽ ചെയ്ത് ഒരു സ്റ്റഡി സക്സസ് ആയി എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇമേജിംഗ് സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ആൻ ഏരിയ ഇൻ ദ ബ്രെയിൻ ദാറ്റ് ഗോസ് ബ്ലാങ്ക് ഡ്യൂറിങ് മെമ്മറി റിപ്രഷൻ നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഒരു ഏരിയ ദാറ്റ് ഗോസ് ബ്ലാങ്ക്, എന്നിട്ട് പിന്നെ അത് ഓർമ്മിക്കുമ്പോൾ മെമ്മറി തിരിച്ചു വരുമ്പോൾ ദാറ്റ് ലൈറ്റ്സ് അപ്പ് എന്നും ഒരു പഠനത്തിൽ പറയുന്നു. Being able to suppress unwanted thoughts might also be a useful tool for therapy. Being able to suppress unwanted thoughts. അപ്പോൾ അൺവാണ്ടഡ് തോട്ട്സ് സപ്രസ് ചെയ്യുന്നത് ഒരു തെറാപ്പിറ്റിക് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു. അപ്പോൾ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദി പ്ലഷർ ഓഫ് കൊക്കൈൻ്റെ പ്ലഷർ, കൊക്കൈൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്ലഷർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പർപ്പസിന്. അതുപോലെ തന്നെ പണ്ടുണ്ടായിട്ടുള്ള ഒരു നമുക്ക് ശുഭകരം അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു പശു ഇട്ട് ഓടിച്ചെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ളൊരു സംഭവം, ഒരു ബാഡ് റൺ വിത്ത് എ കൗ, അത് നമുക്ക് ബോധപൂർവം ഉപേക്ഷിക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് പശുവിനെയൊക്കെ സ്നേഹിച്ച് തുടങ്ങാം അല്ലേ. പണ്ട് കുത്തിയെന്ന് വെച്ച് അതിനെ നമുക്ക് തീർത്ഥം ഉപേക്ഷിക്കുകയല്ലോ. ക്യാൻ പൊട്ടൻഷ്യലി ലെസൻ ദി വെയിറ്റ് ഓഫ് നെഗറ്റീവ് അസോസിയേഷൻ. നമ്മളിങ്ങനെ തെറാപ്പിക്കലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ പൊട്ടൻഷ്യലി ലെസൻ ദി വെയിറ്റ് ഓഫ് നെഗറ്റീവ് അസോസിയേഷൻ പല രീതിയിൽ നമുക്ക് ഉണ്ടാകും. നമ്മുടെ സുഹൃത്തുക്കളായിട്ടായാലും നമ്മുടെ സാഹചര്യങ്ങളിലൂടെ ആയാലും നമ്മുടെ ആയാലും സംഭാഷണങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് സാഹചര്യങ്ങൾ, അസോസിയേഷൻ, കണക്ഷൻസ് നമുക്ക് വരും. അതിനെയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ, തള്ളിക്കളയാൻ, ഉപേക്ഷിക്കാനായിട്ട് ഈ തെറാപ്പി കൊണ്ട് സാധിക്കും. ഇത് തെറാപ്യൂട്ടിക്കലി ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ് പറയുക. ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. ഫൊർഗീവ്നെസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് തന്നെ വേറൊരു ക്ലാസ് വേണ്ടി വരും. ഫൊർഗീവ്നെസ്, നമ്മൾ എന്തുകൊണ്ട് ഫൊർഗീവ് ചെയ്യണം? മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയല്ല. ഇറ്റ് ഈസ് ഫോർ ദ ഗുഡ് ഓഫ് അസ് ഓൺലി, നമ്മുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ്. ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗീവ് ടു ഹാവ് എ പീസ്ഫുൾ സക്സസ്ഫുൾ ലൈഫ്. അറ്റ് ദ സെയിം ടൈം ടേക്ക് സ്റ്റെപ്സ് ആൻഡ് യൂസ് സ്ട്രാറ്റജീസ്, നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ തന്ത്രങ്ങൾ മെനയുകയും വേണം. എന്തിനാണ്? ടു എൻഹാൻസ് ദി പവർ ഓഫ് മെമ്മറി. എങ്ങനെയുള്ള മെമ്മറിയാണ്? മെമ്മറീസ് ദാറ്റ് ആർ യൂസ്ഫുൾ, എൻറിച്ചിങ് ആൻഡ് മെമ്മറീസ് ദാറ്റ് ബ്രിങ് ഹാപ്പിനെസ് ആൻഡ് ജോയ്. അങ്ങനെയുള്ള മെമ്മറീസിനെ നമ്മൾ ഫോസ്റ്റർ ചെയ്യണം, വളർത്തണം, പരിപോഷിപ്പിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഞാൻ മറവിയെയും ഓർമ്മയെയും കുറിച്ച് ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. നമുക്കിന്ന് ഡിമെൻഷ്യ എന്താണെന്നൊന്ന് പറഞ്ഞു വയ്ക്കാം. നിങ്ങൾ ഡിമെൻഷ്യ രോഗിയെ അല്ലെങ്കിൽ ഡിമെൻഷ്യ രോഗിയോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ടോ? അല്പസമയമെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക. നമുക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കുക.
രാവിലെ ഭക്ഷണം കഴിച്ചോ എന്നോ അറിയില്ല, ഇന്ന് കഴിക്കേണ്ട മരുന്ന് കഴിച്ചോ അറിയില്ല, എവിടെയാണ് ഇരിക്കുന്നത്. ആ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകം. അതൊരു വസ്തുതയാണ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഉണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ മറവിയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഞാനന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു, ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഓർമ്മ, അതുപോലെ തന്നെ ഓർമ്മ നശിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കൊക്കെ മറവിയുണ്ട്. പക്ഷെ ഈ ഒരു മറവി അതിരുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം മറവി നമ്മളെ ബാധിക്കുന്നുവെങ്കിൽ മാത്രമേ അതൊരു രോഗാവസ്ഥയാകുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് മറവിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും മറക്കുന്നു, അതേക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ബോധർ ചെയ്യേണ്ട. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ എവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ളൊരു അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ തടസ്സപ്പെടും. ദൈനംദിന ഡേ ടു ഡേ ലൈഫ്, ദൈനംദിന പ്രക്രിയകൾ അത് ഇൻ്റർഫിയർ ചെയ്യും. ആ രീതിയിൽ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തടസ്സം വരുന്നെങ്കിൽ മാത്രം ഡിമെൻഷ്യയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി, പേടിച്ചാൽ മതി. അല്ലെങ്കിൽ പക്ഷേ നമ്മൾ അവെയറായിരിക്കണം. നമ്മൾ കോവിഡ് വന്നപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? ഭയമല്ല പിന്നെ വേണ്ടത്, ഭയമല്ല വേണ്ടത്, പിന്നെന്താണ്? അവെയർനെസ്. അവെയർനെസ് ആണ് വേണ്ടത്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അറിയില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതൊക്കെ എന്താണ്? ഒരു ബ്രെയിൻ സെൽസിനുള്ള ഡാമേജ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതേക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കും. വികാരങ്ങൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാതെ വരുന്നു, സ്ഥലകാല ബോധമില്ലാതെ വരുന്നു, പരസ്പര സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാതെ വരും. ഓർമ്മയുടെ വേരുകൾ അറ്റുപോകുന്ന അവസ്ഥയാണ്. ഓർമ്മയുടെ വേരുകൾ അറ്റുപോയി കഴിഞ്ഞാലോ ജീവിതത്തിന് പിന്നെ എന്തർത്ഥം? ഓർമ്മയെക്കുറിച്ച് ഓർമ്മിക്കണേ. ഓർമ്മയെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കും. സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥ. ഞാനൊരിക്കൽ എറണാകുളത്തൊരു പകൽ വീട് സന്ദർശിക്കാൻ, അവിടെ ഡിമെൻഷ്യ പേഷ്യൻസിന് ഒരു 5-8 പേരുണ്ടായിരുന്നു. അവിടെ കുറേ കെയർ ടേക്കേഴ്സും ഉണ്ട്. ഇവർ എല്ലാവരും 1-2 പേര് അടങ്ങിയിരിപ്പുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ നടക്കുകയും വേറെ 2 പേര് ഇങ്ങനെ അവരെ സഹായിക്കുന്നുണ്ട്, കറിക്കരിയാനും ഉള്ളി പൊളിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സഹായിക്കുന്ന കുറച്ച് പേരും കണ്ടു. ഇങ്ങനെ പല രീതിയിലാണ് ആൾക്കാരെ കണ്ടത്. അപ്പം ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഒരു അമ്മച്ചി, ഭാർഗവി എന്നാണ് പേരെന്ന് മറ്റൊരു പറഞ്ഞു, മറ്റ് കെയർ ടേക്കേഴ്സ് പറഞ്ഞു. അവരെൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താ സുധാകര, നീ ഇപ്പോഴാണോ വരുന്നത്? നമ്മുടെ മക്കളൊക്കെ അവിടെ, ശ്രീലക്ഷ്മി, അവരുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്ത് പേരാണെന്ന് അറിയത്തില്ല. അവരുടെ ബർത്ത്ഡേ ആയിരുന്നില്ലേ, നീ അവരെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ. ആ അമ്മ വിചാരിച്ചത് ഞാൻ അവരുടെ മകനാണെന്നുള്ളതാണ്. ആ രീതിയിൽ അങ്ങ് സംസാരിച്ച് കുറേ നേരം ഞാനും അവിടെ ഇരുന്ന് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവർ വേറൊരു ലോകത്താണ്, ആരാണ് എന്താണെന്നൊന്നും അറിയുന്നില്ല. പക്ഷേ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ തുടക്കമുള്ളവരായിരിക്കും. തുടക്കത്തിലുള്ളവർക്ക് ദേ ക്യാൻ മാനേജ് ദംസെൽസ്, കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ ഞാനന്ന് അവിടെ കണ്ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ അത് പ്രൊലോങ് ചെയ്യിപ്പിക്കുക. ആ സിംറ്റം പ്രൊലോങ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇതിന് ക്യൂറില്ലെന്നുള്ളത് അറിയാവുന്നു, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് വരാതെ സൂക്ഷിക്കുക. അഥവാ ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനെ, ആ സിംറ്റംസ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ട് ഇതിൻ്റെ ഡിലേ ചെയ്യിപ്പിക്കുക, പ്രൊലോങ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ ലോകത്ത് അനേകം പേരാണ് മറവി രോഗം എന്ന അവസ്ഥയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 3 സെക്കൻഡിലും
ഓരോ 3 സെക്കൻഡിലും ലോകത്തെവിടെയെങ്കിലും ഒരാൾ ഡിമെൻഷ്യ പേഷ്യൻ്റ് ആകുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ പ്രതിവിധി മീൻസ് നമ്മൾ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിവിധി. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻസ് വരുന്നു. ബ്രെയിൻ ക്യാൻ ബി കമ്പയർഡ് ടു എ കമ്പ്യൂട്ടർ. ഇൻപുട്ടിലൂടെ നമ്മൾ ഇൻഫർമേഷൻ സ്വീകരിക്കുന്നു, CPU പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ ഔട്ട്പുട്ട്. ഇത് തന്നെയാണ് മെമ്മറിയെ നമുക്ക് ഇതേപോലെ കമ്പയർ ചെയ്യാം. എൻകോഡിങ്, സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഹൗ വി റിസീവ് ഇൻഫർമേഷൻ. എങ്ങനെയാണ് നമ്മളിലേക്ക് ഇൻഫർമേഷൻ വരിക? ത്രൂ അവർ സെൻസസ്. 5 സെൻസസ് അല്ലേ ഇൻപുട്ട്. 5 സെൻസസിലൂടെയാണ് വിവരങ്ങൾ അത് തിരഞ്ഞെടുത്ത് ആവശ്യമുള്ളത് മാത്രമാണ് ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും. അല്ലാത്തത് കളയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിൽറ്ററിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പ്രൂണിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ബ്രെയിൻ എപ്പോഴും നമ്മുടെ പ്രൊട്ടക്ടറാണ്. നമുക്കൊന്നും അനാപത്ത് അല്ലെങ്കിൽ സംഭവിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. നമ്മൾ അപകടത്തിൽപ്പെടരുത്, അന്നേരം നമുക്ക് വാണിംഗ് തരും അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനെ ഉള്ള ഈ ബ്രെയിൻ്റെ 3 യൂണിറ്റ് ഞാൻ പറഞ്ഞു. ഇൻപുട്ട്, CPU, ദെൻ ഔട്ട്പുട്ട്. ഇതിന് ഏതെങ്കിലും സംഭവിക്കുന്ന തകരാറ് മറവിയുടെ ഭാഗത്തിലാണ് വരിക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ബ്രെയിൻ സെൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, മറവിയെ നമ്മൾ പഴിചാരുവൊന്നും വേണ്ട. മറവി സാധാരണ ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, വാട്ട് ഈസ് ഡിമെൻഷ്യ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അതിനു മുമ്പൊരു ചെറിയ കഥ പറയും. ഓക്കെ, മനോഹരമായ ഒരു ഗ്രാമം, എൻ്റെ ഗ്രാമമാണെന്ന് വെച്ചോളൂ. അവിടെ ഒരു സ്കൂൾ അധ്യാപിക, അവരുടെ വീടാണ് കാണുന്നത്. ഊർമിള ടീച്ചർ എന്ന് നമുക്കൊരു പേര് കൊടുക്കാം. ടീച്ചർക്ക് ഇപ്പോൾ 65 വയസ്സുണ്ട്. ടീച്ചറുടെ വീട്ടിൽ ഭർത്താവ്, മകൻ, മരുമകൾ, 2 പേരക്കുട്ടികൾ. ഇതാണ് ആ കുടുംബത്തിലെ അംഗങ്ങൾ. ടീച്ചർ വളരെ സന്തോഷവതിയാണ്. ജോലികളിലൊക്കെ മിടുക്കിയായിരുന്നു. നല്ല അധ്യാപികയായിട്ട് പേരെടുത്ത ടീച്ചറാണ്. കുട്ടികളെ പഠിപ്പിക്കൽ, അതുപോലെ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പേരക്കുട്ടികളെ ട്യൂഷൻ കൊടുക്കും. കുടുംബാംഗങ്ങളെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു അമ്മ. സന്തോഷകരമായി ആ ജീവിതം മുന്നോട്ട് പോവുകയാണ്. നല്ല പാചകക്കാരിയാണ് ടീച്ചർ. എല്ലാവർക്കും നല്ല ഭക്ഷണം തയ്യാർ. കുട്ടികളെ കൂട്ടി ക്ഷേത്ര ദർശനം നടത്തും. എല്ലാവരുടെയും ആരോഗ്യവും സന്തോഷവും ഒക്കെ നോക്കുന്ന കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു ഊർമിള ടീച്ചർ. എന്നാൽ ഈയിടെയായിട്ട് ടീച്ചറുടെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം എല്ലാവരും ശ്രദ്ധിച്ചു. മുതിർന്നവരെ അത്ര കാര്യമാക്കിയില്ല. അമ്മയുടെ തിരക്കുകൊണ്ടായിരിക്കും എന്ന് കരുതും. പക്ഷേ കുട്ടികളത് മനസ്സിലാക്കി. എങ്ങനെയാണ് അവർ മനസ്സിലാക്കുക? അവരെ പഠിപ്പിക്കുക അല്ലേ? ട്യൂഷൻ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മാറിപ്പോവുക. മലയാളം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ കണക്കും സയൻസും ഒക്കെ കടന്നു വരിക. അവ്യക്തത, ആശയക്കുഴപ്പം. കുട്ടികളാണ് ഇതൊക്കെ നേരത്തെ അറിയുന്നത്. ഞങ്ങൾ ഈ കൊച്ചിയിലൊരു ഡിമെൻഷ്യ അവയർനെസ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ജില്ലാ അഡ്മിനിസ്ട്രേഷനും കൂടിയാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഞാൻ സ്കൂളുകളിൽ കുറേ ക്ലാസ്സുകൾ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ പറഞ്ഞത് കുട്ടികൾ ഇത് അറിഞ്ഞിരിക്കണം. തീരെ
കുട്ടികളല്ല, ഒരു 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്കവരെ പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയും, അവരെ പരിചരിക്കാനും അവരെ സഹായിക്കാനും ഒക്കെ കഴിയും. അങ്ങനൊരു മെൻറ്റാലിറ്റി വളർത്തിയെടുക്കാൻ കുട്ടികൾക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മൾ കുറേ കുട്ടികൾക്ക് കുറേ സ്കൂളുകളിൽ ക്ലാസ് എടുത്തിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണ്. നല്ല പാചകമാണെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോഴോ കുക്കർ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വിസിലടിക്കുന്നത് പോലും അറിയുന്നില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും, പാട്ടും പാടി നടക്കും, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകും. എല്ലാം നിഷ്കർഷയോടെ ചെയ്തിരുന്ന ടീച്ചറാണ്, ഇപ്പോൾ ശ്രദ്ധ കുറഞ്ഞു. കടയിലൊക്കെ പോയി കൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, പക്ഷെ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുമായിട്ട് തർക്കിക്കും. ടീച്ചർക്ക് അറിയില്ല. ക്ഷേത്ര ദർശനത്തിന് പോവും, ശ്രദ്ധയില്ല, തിരിച്ചു വരുമ്പോൾ വഴിതെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ വഴിതെറ്റി ചുറ്റിത്തിരിയും. അങ്ങനെ സ്ഥലകാല ബോധം നഷ്ടമായി. അവസാനം മക്കൾക്ക് മനസ്സിലായി ഇതെന്തോ കുഴപ്പമാണ്. അപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞത് ഊർമിള ടീച്ചർക്ക് അൽഷൈമേഴ്സാണ്. അൽഷൈമേഴ്സ് എന്ന് പറയുന്നത് മറവി രോഗമാണ്. മറവി രോഗങ്ങൾക്ക് പൊതുവെ പറയുന്ന പേര് ഡിമെൻഷ്യയാണ്. അപ്പോൾ ഡിമെൻഷ്യയും അൽഷൈമേഴ്സും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മറവി രോഗങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരും, അൽഷൈമേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറവി രോഗമാണ്. നമ്മളിപ്പോൾ സെപ്റ്റംബർ 21 തോന്നുന്നു, സെപ്റ്റംബർ മാസം അൽഷൈമേഴ്സ് മന്തായിട്ടാണ് ആചരിക്കുക, സെപ്റ്റംബർ മാസം. അപ്പോൾ പിന്നീട് ടീച്ചർക്ക് വേണ്ട പരിചരണവും ഒക്കെ കൊടുക്കുവാനായിട്ട് അവരുടെ ഏർപ്പാടുകൾ ചെയ്തു. അപ്പോൾ ഈയൊരു മാറ്റം ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ടീച്ചർക്ക് പറ്റുന്നില്ല. അത്രമാത്രം മറവി സംഭവിക്കുമ്പോൾ മാത്രമാണ് അതൊരു രോഗാവസ്ഥയിലേക്ക് വരിക എന്നുള്ളത് വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുകയാണ്. എന്തെങ്കിലും പറഞ്ഞ ദേഷ്യം, പിന്നെ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞപ്പോഴാണ് പേരൻസ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെ വസ്ത്രധാരണത്തിലും ഇവർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നും ഒരു സ്ഥലത്തും വെക്കത്തില്ല, മിസ്പ്ലേസ് ചെയ്യും. ഇപ്പോൾ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കളയും. എന്താ എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല. ചില വിലപ്പെട്ട സാധനങ്ങളൊക്കെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കും. താക്കോലോ അല്ലെങ്കിൽ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കും, എന്നിട്ട് അത് എവിടെ വെച്ചെന്ന് അറിയത്തില്ല. അപ്പോൾ ആർക്കും പ്രയോജനമില്ലാതായി പോകും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഈ ഡിമെൻഷ്യ പേഷ്യൻസിൽ ഉണ്ടാകുന്നു. ഡിമെൻഷ്യ ഈസ് എ ജനറൽ ടേം ഫോർ ലോസ് ഓഫ് മെമ്മറി. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി രോഗങ്ങൾക്ക് അല്ലെങ്കിൽ മറവി എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് പൊതുവെ പറയുന്ന കാര്യമാണ്. ലോസ് ഓഫ് മെമ്മറി, ലാംഗ്വേജ്, ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്, പ്രോബ്ലം സോൾവിങ് ആൻഡ് അതർ തിങ്കിങ് എബിലിറ്റീസ്, ചിന്താപരമായ കഴിവുകളെയൊക്കെ അത് ബാധിക്കും. ദാറ്റ് ആർ സിവിയർ ഇനഫ്. അവിടെയാണ് അതിൻ്റെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദാറ്റ് ആർ സിവിയർ ഇനഫ് ടു ഇന്റർഫിയർ വിത്ത് ഡെയിലി ലൈഫ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വരുമ്പോഴാണ് ഡിമെൻഷ്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അൽഷൈമേഴ്സ് ഈസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ, അല്ലെങ്കിൽ അൽഷൈമേഴ്സ് ഈസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമെൻഷ്യ എന്നും പറയാം. ഇതൊരു കളക്ഷൻ ഓഫ് സിംറ്റംസ് ആണ് that may experience due to abnormal brain changes. ബ്രെയിനിലെ ചേഞ്ചസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. That result in a decline in cognitive abilities, mainly memory, severe enough to impair daily life and independent function. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. They also affect feelings. അവരുടെ ഫീലിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അറിഞ്ഞുകൊണ്ടല്ല, പെട്ടെന്ന് പൊട്ടിക്കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല. ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ്.
60 to 80% of dementia is Alzheimer's. Okay.